നിങ്ങളുടെ കുഞ്ഞിൻ്റെ നഖം വെട്ടാൻ പേടിയായിട്ട് നിങ്ങൾ കൈകൾ ഗ്ലൗസ് ഉപയോഗിച്ച് മൂടി വയ്ക്കാറുണ്ടോ? എന്നാൽ സൂക്ഷിക്കുക, ഇത് കുഞ്ഞിൻ്റെ സ്പർശനശേഷിയെയും ബുദ്ധിവികാസത്തെയും ബാധിച്ചേക്കാം. പല അമ്മമാരും സിസ്റ്ററെ എനിക്ക് പേടിയാവുന്നു, കൈ മുറിഞ്ഞു പോകുമോ എന്ന് ചോദിക്കാറുണ്ട്. സത്യത്തിൽ കുഞ്ഞ് ഉറങ്ങുമ്പോഴാണോ അതോ കുളി കഴിഞ്ഞ ഉടനെ നഖം വെട്ടാനാണോ നല്ല സമയം? ഒരൊറ്റ പോറൽ പോലും ഏൽക്കാതെ പേടിയില്ലാതെ കുഞ്ഞിൻ്റെ നഖം വെട്ടാൻ ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ ഉപയോഗിക്കുന്ന സീക്രട്ടുകൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഹലോ, നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടോപ്പിക് ഇതാണ്: കുഞ്ഞിൻ്റെ നഖം വെട്ടാൻ പേടിയാണെങ്കിൽ ഒരു നേഴ്സ് നിർദ്ദേശിക്കുന്ന സുരക്ഷിതമായ മാർഗനിർദ്ദേശങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു നേഴ്സ് എന്ന നിലയിൽ എൻ്റെ അടുത്തേക്ക് വരുന്ന പല അമ്മമാരും ചോദിക്കുന്ന വലിയൊരു സംശയമാണ്, സിസ്റ്ററെ കുഞ്ഞിൻ്റെ നഖം വെട്ടാൻ പേടിയാവുന്നു, കൈ മുറിഞ്ഞു പോകുമോ എന്നത്. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ നഖങ്ങൾ വളരെ നീളമുള്ളതും മൂർച്ചയുള്ളതുമായിരിക്കും. അവർ കൈകൾ ചലിപ്പിക്കുമ്പോൾ മുഖത്ത് പോറലുകൾ വീഴാൻ ഇത് കാരണമാകും. അതുകൊണ്ട് പലരും ഗ്ലൗസ് ഉപയോഗിച്ച് കൈകൾ മൂടി വയ്ക്കാറാണ് പതിവ്. എന്നാൽ ഇത് കുഞ്ഞിൻ്റെ സ്പർശന ശേഷിയെ ബാധിക്കും. എങ്ങനെ പേടിയില്ലാതെ സുരക്ഷിതമായി നഖം വെട്ടാം? ഏത് സമയമാണ് നഖം വെട്ടാൻ ഏറ്റവും നല്ലത്? ഒരു നേഴ്സ് എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച പ്രായോഗികമായ വിദ്യകൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. മുതിർന്നവരുടെ നഖത്തിൽ നിന്ന് വ്യത്യസ്തമായി കുഞ്ഞുങ്ങളുടെ നഖം വളരെ മൃദുവായതും കനം കുറഞ്ഞതുമാണ്. എന്നാൽ ഇത് വളരെ വേഗത്തിൽ വളരും. ആഴ്ചയിൽ 1-2 തവണ കൈ നഖങ്ങൾ വെട്ടേണ്ടി വരും. കാൽ നഖങ്ങൾ അല്പം പതുക്കെ മാത്രമേ വളരൂ. ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ നഖം വെട്ടുന്നതിന് പകരം ഒരു എമറി ബോർഡ് ഉപയോഗിച്ച് ഫയൽ ചെയ്യുന്നതാണ് ഏറ്റവും സുരക്ഷിതം. നഖം വല്ലാതെ താഴ്ത്തി വെട്ടിയാൽ അത് വേദനയ്ക്കും അണുബാധയ്ക്കും കാരണമാകും. നഖത്തിന് ചുറ്റും ചുവപ്പ് നിറമോ പഴുപ്പോ കാണുകയാണെങ്കിൽ ഉടനെ ശ്രദ്ധിക്കണം. കുഞ്ഞു കാലുകൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നഖം വെട്ടാൻ ശ്രമിക്കുന്നത് അപകടമാണ്. ഏറ്റവും അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കുന്നത് വഴി മുറിവുകൾ ഒഴിവാക്കാം. കുഞ്ഞ് നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ നഖം വെട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഈ സമയത്ത് അവരുടെ പേശികൾ അയഞ്ഞിരിക്കും. നമ്മൾ കൈ പിടിച്ചാൽ അവർ പെട്ടെന്ന് മാറ്റില്ല. കുളി കഴിഞ്ഞ ഉടനെ നഖം വെട്ടുന്നത് നല്ലതാണ്. കാരണം ആ സമയത്ത് നഖങ്ങൾ കൂടുതൽ മൃദുവായിരിക്കും. പാല് കൊടുത്ത ശേഷം കുഞ്ഞു വയറ് നിറയെ പാൽ കുടിച്ച് തൃപ്തനായിരിക്കുമ്പോൾ ശാന്തമായിരിക്കുകയും അതുവഴി ഈ സമയം നഖം വെട്ടാൻ നമുക്ക് ശ്രമിക്കാം. കുഞ്ഞുങ്ങൾക്കായി പ്രത്യേകം നിർമ്മിച്ച ബേബി നെയിൽ ക്ലിപ്പർ അല്ലെങ്കിൽ മടക്കുള്ള കത്രിക മാത്രം ഉപയോഗിക്കുക. മുതിർന്നവരുടെ നെയിൽ കട്ടർ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. നല്ല വെളിച്ചമുള്ള മുറി തിരഞ്ഞെടുക്കുക. കുഞ്ഞിൻ്റെ വിരലിൻ്റെ അറ്റം പെതുക്കെ താഴേക്ക് അമർത്തുക. ഇത് തൊലി മുറിയാതിരിക്കാൻ സഹായിക്കും. നഖത്തിൻ്റെ സ്വാഭാവികമായ ആകൃതിയിൽ വെട്ടുക. കൈനഖങ്ങൾ വട്ടത്തിലും കാൽ നഖങ്ങൾ നേരെയും വെട്ടുന്നതാണ് നല്ലത്. വെട്ടിയ ശേഷം മൂർച്ചയുള്ള വശങ്ങൾ ഒരു ഫയലർ ഉപയോഗിച്ച് മിനുസപ്പെടുത്തുക. അബദ്ധത്തിൽ മുറിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നാണ് അടുത്തതായിട്ട് സംസാരിക്കുന്നത്. ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ പറയട്ടെ, അറിയാതെ തൊലിയിൽ ചെറിയൊരു പോറലോ മുറിവോ പറ്റിയാൽ പരിഭ്രമിക്കരുത്. ആദ്യം ചെയ്യേണ്ടത് രക്തസ്രാവം നിർത്തുക എന്നുള്ളതാണ്. മുറിഞ്ഞ ഭാഗത്ത് പതുക്കെ ഒരു പഞ്ഞി കൊണ്ടോ വൃത്തിയുള്ള തുണി കൊണ്ടോ അമർത്തി പിടിക്കുക. രക്തം നിൽക്കുന്നത് വരെ ഇത് തുടരുക. അടുത്തതായി ബാൻഡേജ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. കാരണം കുഞ്ഞ് കൈ വായിൽ വയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് ശ്വാസതടസ്സം ഉണ്ടാക്കാം. അണുബാധ തടയുന്നത് എങ്ങനെ? ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ ആൻറ്റിസെപ്റ്റിക് ലോഷനുകൾ ഉപയോഗിക്കാം. മുറിവ് ഉണങ്ങുന്നതുവരെ ശ്രദ്ധിക്കുക. കുഞ്ഞിൻ്റെ നഖം വെട്ടുന്നത് ഒരു വലിയ കാര്യമായി തോന്നുമെങ്കിലും ശരിയായ രീതിയിൽ ചെയ്താൽ അത് വളരെ എളുപ്പമാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ ഒരൊറ്റ പോറൽ പോലും ഏൽക്കാതെ നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ നഖം വെട്ടാം. നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റായി ഷെയർ ചെയ്യൂ. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.